Hi friends, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. 1 കിലോ കൈമ റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു 10-15 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഇനി വേണ്ടത് 3 ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. ഇനി 1 സവാള കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് നെയ്ച്ചോറിൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം. ചെറിയ സവാളയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. അടുത്തത് സ്പൈസസ്, പട്ട ഒരു വലിയ കഷ്ണം, ഏലക്ക ഒരു 3-4 എണ്ണം, കുരുമുളക് ഒരു 15 എണ്ണം, ഗ്രാമ്പു ഒരു 8 എണ്ണം, തക്കോലം ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്, കറിവേപ്പില, raisins, cashew. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യം ഒരു ചെരുവം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എല്ലാ സ്പൈസസും ഒന്ന് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒന്ന് പൊട്ടി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്പൈസസ് ഒക്കെ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവണം എന്നുള്ളവർക്ക് 2 കപ്പ് വെള്ളം എടുക്കാം. ഒരുവിധം വേവണം എന്നുള്ളവർക്ക് 1.5 കപ്പ് വെള്ളം എടുക്കുക. ഒരു മീഡിയം അളവാണ് 1.25 കപ്പ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും മുമ്പിൽ നിൽക്കണം, എന്നാലാണ് ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ലോ ഫ്ലെയിമിൽ തീയാക്കി ഇടണം. ഇനി നമുക്ക് മറ്റേ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യ് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ടും റൈസിൻസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒരു പകുതി പിഴിഞ്ഞു കൊടുക്കാം. അതും നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടിക്കൊടുക്കാം. തീ ഓഫ് ചെയ്യണ്ട ഇപ്പം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൽ എപ്പോഴും ഫ്രീ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്